ഇതിന്റെയൊക്കെ കളർ കാണുമ്പോ കഴിക്കാൻ തോന്നുക. കഴിക്കണം. സ്പെഷ്യൽ മസാല കൂട്ടിയിട്ടുള്ള ഒരു ആവൽ ഫ്രൈ നോക്കിയാലോ. അതിനുവേണ്ടി കുഞ്ഞുള്ളി, വെളുത്തുള്ളി, ഇഞ്ചി, കറിവേപ്പില, പച്ചമുളക്, പിന്നെ അതിലേക്കുള്ള സ്പൈസസ് ഒക്കെ ഞാൻ പറഞ്ഞുതരാം ആവശ്യത്തിന്. പിന്നെ നമുക്കൊരു ബ്ലെൻഡറിലേക്ക് വെളുത്തുള്ളി ഇടാം, കുഞ്ഞുള്ളി ഇടാം, ഇഞ്ചി ഇട്ട് കൊടുക്കുക, പിന്നെ കറിവേപ്പില ഇട്ട് കൊടുക്കുക, 2 പച്ചമുളക് ഇട്ട് കൊടുക്കുക, പിന്നെ സ്പൈസസ് ചിക്കൻ മസാല, മുളക് പൊടി, മല്ലിപ്പൊടി, പിന്നെ പെരിഞ്ജീരകം, മഞ്ഞൾപ്പൊടി, പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പ്, സുർക്കയോ പുളിവെള്ളമോ ചേർത്ത് നമുക്കൊന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മൾ ബ്ലെൻഡ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ നന്നായിട്ട് പേസ്റ്റ് രൂപത്തിലാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് ഉപ്പൊക്കെ നോക്കിയിട്ട് അതിലിനി ഉപ്പ് ചേർക്കണമെങ്കിൽ ഉപ്പ് ചേർക്കാം. ഇത് നന്നായിട്ട് മീനിൽ നന്നായിട്ട് നമുക്ക് തേച്ച് പിടിപ്പിക്കണം കേട്ടോ. ഈ തേക്കണതാണ് നമുക്ക് ഈ ഒരു പൊരിച്ചതിൻ്റെ ടേസ്റ്റ്. അപ്പോൾ നമ്മൾ ഈ വരിഞ്ഞിട്ടേക്കുന്നതും അതിൻ്റെ ഉള്ളിലോട്ടേക്ക് നന്നായിട്ട് തേച്ച് വെച്ചിട്ട് ഒരു 5-10 മിനിറ്റ് നമുക്ക് ഫ്രിഡ്ജിൽ വെക്കണം കേട്ടോ, തണുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഫ്രിഡ്ജിൽ വെച്ച് നമ്മൾ എടുത്തിട്ടുണ്ട്. നമുക്കൊന്ന് നല്ല കിട്ടിൽ നമ്മൾ ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ സോഫ്റ്റായിട്ട് കിട്ടണമെങ്കിൽ നമ്മൾ ഒരു ഹാഫ് വേവാക്കിയിട്ട് എടുക്കണം കേട്ടോ, എന്നാൽ നല്ല സോഫ്റ്റായിട്ട് കിട്ടുള്ളൂ. ഇത് ഫ്രൈ ചെയ്തെടുക്കുമ്പോൾ നല്ല സ്മെല്ലാണ്, വായിൽ വെള്ളം വരും. അപ്പോൾ നമുക്ക് ഇതിൻ്റെ കൂടെ സൈഡായിട്ട് കേബേജ് ചെറുതായിട്ട് അരിഞ്ഞതും, സവാളയും, പിന്നെ ക്യാരറ്റും, പിന്നെ നമുക്ക് ഇടയുന്നൊരു കുക്കുംബറും, ചെറുതായിട്ട് അരിഞ്ഞിട്ടുള്ള ടൊമാറ്റോവും, പിന്നെ ഇതിൻ്റെ മുകളിലേക്ക് നമ്മൾ നാരങ്ങ വെക്കുന്നുണ്ട്. നാരങ്ങ നീര് നമ്മൾ ഈ ചൂടോട് തന്നെ അതിൻ്റെ മുകളിലോട്ട് ഇങ്ങനെ ഒഴിച്ചിട്ട് കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. നല്ല സോഫ്റ്റായിട്ട് കിട്ടും കേട്ടോ. അതും അതിൻ്റെ ഉള്ളിലേ നമുക്ക് കഴിക്കുമ്പോൾ എന്താ ഒരു കട്ടിയൊന്നും ഇല്ലാതെ ഹാഫ് വേവാക്കി എടുത്തുകൊണ്ട് കട്ടിയൊന്നും ഇല്ലാതെ നല്ല ടേസ്റ്റാണ്. അപ്പം എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഓക്കെ.